ആഗോള അയ്യപ്പ ഭക്തസംഗമം തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. അയ്യപ്പ ഭക്തസംഗമത്തിനോട് ബി.ജെ.പിക്ക് വിയോജിപ്പില്ല. വിവിധ സംഘടനകളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെ എത്തിച്ചേരുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നത്? ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. പണം പിടിഞ്ഞെടുക്കാൻ ഇതിനു വേണ്ടിയിട്ടാണോ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്? ഇതിലാണ് ഗവൺമെൻറ്, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതിനെക്കുറിച്ച്. ഇന്ത്യയിലെ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികളുടെ പേരിൽ ഇന്ന് കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട്. അവർ കോടതി കയറി ഇറങ്ങുകയാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഭക്തന്മാരിൽ ചുമത്തിയിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുമോ? മുഖ്യമന്ത്രി വ്യക്തമാക്കണം.